ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാധാരണ നാടൻ രീതിയിൽ നീന്തുന്ന ഒരാളെ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഒരു പ്രൊഫഷണൽ സ്വിമ്മറായി മാറ്റാം എന്നതാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ചേട്ടൻ്റെ പേര് റബിൽ എന്നാണ്. പുള്ളിക്കാരൻ അറിയാവുന്ന ഈ സ്റ്റൈൽ സ്വിമ്മിങ് ആണ്. ശരിയായ ടെക്നിക്ക് ഇല്ലാതെ നീന്തുന്ന പലർക്കും പതിവാണ് ഇത്. പക്ഷേ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് തന്നെ സ്വിമ്മിങ് ലെവൽ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റുമേ. അതെങ്ങനെയെന്ന് ഞാനിപ്പോൾ കാണിക്കാവേ. എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുള്ള് കാണണേ. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് ആണ്. ബ്രീത്തിങ് ഇതിൻ്റെ ഒരു മെയിൻ ഘടകമാണ്. നമ്മൾ പുള്ളിക്കാരനെ ഒരു ബിഗിനറായിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രീത്തിങ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഫ്ലോട്ടിങ് ആണ്. ഫ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് ലുക്ക് ഡൗൺ ചെയ്ത് ലെഗ് സ്ട്രെയിറ്റ് ചെയ്ത് എൽബോ ബെൻഡ് ചെയ്യാതെ തന്നെ സ്ട്രെയിറ്റ് ചെയ്ത് പിടിക്കണേ. അങ്ങനെ ബോഡി ബാലൻസിങ് ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ലങ്സിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു എക്സസൈസാണ് ഇത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മസിൽ നല്ലതായിട്ട് റിലാക്സ് ആവേ. നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലോട്ട് ചെയ്തുകൊണ്ട് തന്നെ കിക്ക് ചെയ്യണേ. ബ്രീത്ത് ഹോൾഡ് ചെയ്ത് ആദ്യം ഫ്ലോട്ടായി വന്നതിന് ശേഷമേ കിക്കിങ് സ്റ്റാർട്ട് ചെയ്യാവുള്ളേ. ബിഗിനേഴ്സ് പലപ്പോഴും തെറ്റായ രീതിയിലാണ് കിക്ക് ചെയ്യുന്നത്. ഫ്ലോട്ടിങ് സപ്പോർട്ട് ഉപയോഗിക്കുമ്പോഴേ ലെഗ് സ്ട്രെയിറ്റായി കറക്റ്റ് കിക്കിംഗ് മൂവ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുമേ. ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്താണ്. ഇനി ബ്രീത്ത് ഔട്ട് ചെയ്താണ് ഇനി ചെയ്യുന്നത്. ബ്രീത്ത് എടുത്ത് മൗത്തിൽ ക്ലോസ് ചെയ്ത് ലുക്ക് ഡൗൺ ചെയ്ത് നോസിൽ കൂടെ ബ്രീത്ത് റിലീസ് ചെയ്യുവാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് ആണ്. വോളിൽ പുഷ് ചെയ്ത് ലുക്ക് ഡൗൺ ചെയ്ത് ഹാൻഡ് സ്ട്രെയിറ്റ് ചെയ്ത് ലെഗ് സ്ട്രെയിറ്റ് ചെയ്ത് ബോഡി ബാലൻസ് ചെയ്ത് കിടക്കണേ വെള്ളത്തിൽ. ഇനി ഫ്ലോട്ട് ചെയ്ത് കിക്കിംഗ് ആണ് ചെയ്യുന്നത്. പുഷ് ചെയ്ത് ലുക്ക് ഡൗൺ ചെയ്ത് കിക്കിംഗ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യണേ ബ്രീത്ത് ഹോൾഡ് ചെയ്ത്. അത് കഴിഞ്ഞ് നമുക്ക് ബ്രീത്ത് എടുത്ത് വേണം ചെയ്യാൻ. ബ്രീത്ത് എടുത്ത് ചെയ്താലേ ഉള്ളൂ നമുക്ക് കൂടുതൽ ലാപ്സ് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ബ്രീത്ത് ഇല്ലാതെ നമ്മൾ സ്റ്റോപ്പായി പോകും. അപ്പോൾ നമ്മൾ ബ്രീത്ത് എടുത്തെടുത്ത് വേണം ചെയ്യാൻ ഇതുപോലെ. അടുത്തതായി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഹാൻഡ് മൂവ്മെൻ്റ് ആണ്. സ്വിമ്മിങ്ങിൽ ഹാൻഡ് മൂവ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കൈ മുന്നിലേക്ക് നീട്ടി വെള്ളം പിന്നിലേക്ക് പുഷ് ചെയ്യണേ. അങ്ങനെ വീണ്ടും കണ്ടിന്യൂസ് ഹാൻഡ് മൂവ്മെൻ്റ് എടുത്ത് കിക്കിങ്ങും ചെയ്താണ് പോകേണ്ടത്. ഇത് പുള്ളിക്കാരൻ ഫസ്റ്റ് 25 മീറ്റർ ഫിനിഷ് ചെയ്യാൻ പോവാണ്. വലിയ കുഴപ്പമില്ലാതെ തന്നെ പുള്ളി ചെയ്യുന്നുണ്ട്. ഇപ്പം ചേട്ടൻ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ 500 മീറ്റർ വരെ സ്വിമ്മിങ് ചെയ്യുവേ. കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് പുള്ളിക്കാരൻ ഇത്ര പെട്ടെന്ന് ഇമ്പ്രൂവ് ആയത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോ ഇട്ട് വരാവേ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.